എന്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം, അവന് 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ ഒരു ഫീഡിങ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു. ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് 31, 2024 ആ ഓർഡർ പ്ലേസ് ചെയ്തത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം. അപ്പം ഈ 1 കൊല്ലത്തിന് ശേഷം, അതായത് ഏകദേശം 1 കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഇതെനിക്ക് 14-ാം തീയതിയാണ് എന്റെ വീട്ടിൽ. ഈ മൂൺ ഗോഡസിന്റെ തട്ടിപ്പ് ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയാണ്, അല്ലെ? ഇങ്ങനെ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവരെ പറ്റിക്കുന്ന ഒരുപാട് കമ്പനികൾക്കെതിരെ നമ്മൾ മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതിലെ ഏറ്റവും പോപ്പുലർ ആയ കമ്പനി ആയിരുന്നു മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവരിൽ നിന്ന് പറ്റിക്കപ്പെട്ട അനുഭവങ്ങൾ ഓൺലൈനിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഉടായ്പകളെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ആരംഭിച്ചത്. മൂൺ ഗോഡസിന്റെ തട്ടിപ്പുകളെ കുറിച്ച് മാത്രം നമ്മൾ 2-3 വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ചെയ്ത വീഡിയോകളുടെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം ആളുകളാണ് അവരവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൂൺ ഗോഡസിന്റെ തനിനിറം അന്ന് ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പോസർ ആയതല്ലേ, ഇനിയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് തെറ്റി. മൂൺ ഗോഡസിന്റെ തട്ടിപ്പുകൾ ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റിതൻസ് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു ലേഡി വ്ളോഗറാണ് ഇത്തവണ പറ്റിക്കപ്പെട്ടതിന്റെ അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൂൺ ഗോഡസിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ 4 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രസ് സെല്ലേഴ്സിൽ ഒന്നാണ് ഈ പറയുന്ന മൂൺ ഗോഡസ് എന്ന് പറയുന്നത്. ഇവര് തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് മെയിൻ ആയിട്ട് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇവര് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. കാരണം ഇവരുടെ ഉടായ്പകളൊക്കെ പുറത്തു വന്നിട്ടും ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ പരസ്യം തന്നെയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് ഇവർ പരസ്യത്തിനായി ഉപയോഗിക്കുന്നത്. മോഡലായി വരുന്നത് ഈ കമ്പനിയുടെ ഓണർ തന്നെയാണ്. ഇവരുടെ പരസ്യം കണ്ടുകഴിഞ്ഞാണെങ്കിൽ ആരായാലും ഒരു തവണ ഡ്രസ്സ് ഓർഡർ ചെയ്ത് പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിലും ഈ ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പ പരിപാടിയാണല്ലോ. കടയിൽ പോയി തിരക്കേണ്ട, ഓരോന്ന് എടുത്തിട്ട് നോക്കി ഇടങ്ങാറാവേണ്ട, ഒരൊറ്റ ക്ലിക്കിൽ സാധനം വീട്ടിലെത്തും. എന്തായാലും ഈ മൂൺ ഗോഡസിനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സാധനം കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിന് വരുന്ന ഡിലേ ആണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞാലൊക്കെയാണ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ സൈറ്റിൽ നിന്നും സാധനങ്ങൾ ഓർഡർ ചെയ്ത ആളുകൾ പറയുന്നത്. വേറെ ഒന്ന് ക്വാളിറ്റിനെ കുറിച്ചാണ്. ഇൻസ്റ്റയിലെ ഫോട്ടോയിലും റീലിലും ഒക്കെ ഒടുക്കത്തെ ക്വാളിറ്റി തോന്നിക്കുന്ന സാധനം പക്ഷെ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ നല്ല ഒന്നാതിന് ചാത്തനായിട്ട് മാറും. ഏകദേശം 1 വർഷം മുമ്പ് ഇതുപോലൊരു തട്ടിപ്പിന്റെ കഥ തെളിവ് സഹിതം നമ്മൾ പുറത്ത് വിട്ടിരുന്നു, അല്ലെ? അന്നൊരു ചേച്ചി പർച്ചേസ് ചെയ്തത് ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു. പക്ഷെ കിട്ടിയതോ പോളിസ്റ്ററിന്റെ പഴന്തുണി പോലത്തെ സാധനം. ഓൾറെഡി 5-6 മാസം വെയിറ്റ് ചെയ്ത് കുറെ ഇവരുടെ പിന്നാലെ നടന്നിട്ടൊക്കെയാണ് സാധനം കിട്ടുക. എന്നിട്ട് തുറന്നു നോക്കുമ്പോഴാണെങ്കിലോ 5 പൈസന്റെ ക്വാളിറ്റി ഇല്ലാത്ത തുണിയായിരിക്കും. ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആകെ വെറുത്ത് പണ്ടാറടങ്ങി പോകും, അല്ലെ? എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാറുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുള്ള ഒരാളാണ് ഈ ലേഡി. അതല്ലെങ്കിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഇത് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള ആളുകളിൽ വിരലിൽ എണ്ണാവുന്നവരിൽ ചുരുക്കം പേരിൽ ഒരാൾ എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് എന്തായാലും ഇവർക്ക് പറയാൻ എന്താണെന്നുള്ളതൊന്ന് കേട്ടോക്കാം. ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ എന്നെ പോലെ തന്നെ കുറെ പേര് ഇവരുടെ ട്രാപ്പിലായവരാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മൂൺ ഗോഡസ് കൾച്ചർ എന്നിട്ടുള്ള ഒരു പേജിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കോവിഡ് സമയത്ത് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ റീസെന്റ് പർച്ചേസിൽ എനിക്ക് കണ്ടു തുടങ്ങുന്നത്. കാരണം അന്നൊക്കെ അവർ 3 മന്ത്സിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുമായിരുന്നു. ബാക്കി ഒരു തവണ ഞാൻ അവരോട് കുറെ വഴക്കിട്ടിട്ട് എനിക്കൊരു റോങ് പ്രോഡക്റ്റ് ആണ് അവർ അയച്ചു തന്നത്. ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം അല്ല. അപ്പം എനിക്കത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് പുതിയ ഐറ്റം കിട്ടാനുള്ള താമസക്കുറവൊക്കെ മൂലം ഞാൻ അവരുടെ കോൺടാക്ട് ചെയ്ത് അവരുടെ റീഫണ്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴെനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് തോന്നിയത്. കാരണം ഒരു 4-5 മാസം കൊണ്ട് എനിക്ക് ഐറ്റം കിട്ടി. പക്ഷെ ഈ തവണ അങ്ങനെ ഒരു അവസ്ഥയേ അല്ലായിരുന്നു. എന്റെ കുഞ്ഞുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം, അവന് 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ ഒരു ഫീഡിങ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു. ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് 31, 2024 ആ ഓർഡർ പ്ലേസ് ചെയ്തത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ഇവര് കറക്റ്റ്ലി ഇവരാണെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് 31, 2024. അപ്പം ഈ 1 കൊല്ലത്തിന് ശേഷം, അതായത് ഏകദേശം 1 കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഇതെനിക്ക് 14-ാം തീയതിയാണ് എന്റെ വീട്ടിൽ കിട്ടിയത്. അപ്പൊ ഞാൻ എന്താ ഇതിനൊക്കെ പറയാം. ഒരു സാധാരണ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് അത് കൈ കിട്ടാൻ എടുത്തത് 1 വർഷമാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതെന്താ വെള്ളരിക്ക പൊട്ടണോ? ഇവരെന്താ ചർക്കയിലാണ് നൂലുണ്ടാക്കുന്നത്? 1 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ സമയത്തിനൊക്കെ ഒരു വിലയില്ലേ? ഇനിയിപ്പോ ഈ മൂൺ ഗോഡസ് എന്ന പേര് പോലെ തന്നെ ചന്ദ്രനിൽ നിന്ന് എങ്ങാനും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ നമുക്ക് ഡ്രസ്സ് ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ ചന്ദ്രനിൽ നിന്നാണെങ്കിൽ പോലും ഇത്രയും സമയം എടുക്കില്ല കേട്ടോ. അത് വേറെ കാര്യം. എന്ത് കണ്ടിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ആളുകൾ സാധനം വാങ്ങുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും ഒക്കെ ഇതിന്റെ 3-ലൊന്നും ഇവരൊക്കെ സാധനം കിട്ടും. ഒരാഴ്ച കൊണ്ട് ഡെലിവറിയും ചെയ്യും. അപ്പോഴാണ് ഇവർ 1
കൊല്ലമൊക്കെ എടുത്ത് ഡെലിവറി ചെയ്ത ആളെ പറ്റിക്കുന്നത്. ഒരു കൊല്ലമാണ് സുഹൃത്തുക്കൾ, ഒരു കൊല്ലം. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പൈസ കൊടുത്ത് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പട്ടി വരെ ഇവർ കൊടുക്കുന്നത്. ഓർഡർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ സാധനം എത്തും എന്നുള്ളതാണ് ഇവരുടെ പോളിസി. അത് തന്നെ വളരെ കൂടുതലാണല്ലേ. എന്നാലും പോട്ടെന്ന് വെക്കാം, ഇവരെ തന്നെ ഡിസൈൻ ചെയ്ത് തയ്പ്പിച്ച് അയക്കുന്നതാണ്. ഒരുപാട് ഓർഡറുകൾ വരുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. സോ കുറച്ച് സമയമൊക്കെ കൊടുക്കാം അല്ലെ. അങ്ങനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടാണ് ഇവർ ഈ തെണ്ടിത്തരം കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ സാധനം കൈ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇൻഫിനിറ്റ് ആയി വെയിറ്റ് ചെയ്യണം. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ആദ്യമേ പൈസ ഒക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് ഇവർ എല്ലാവരെയും വിട്ട് ഇങ്ങനെ വലിപ്പിക്കുന്നതെന്ന് ഓർക്കണം. കസ്റ്റമേഴ്സ് ഒരു സാധനത്തിന് പണം തന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളത് ഒരു കച്ചവടത്തിൽ പാലിക്കേണ്ട മിനിമം മര്യാദയാണ് അല്ലെ. ആ ഒരു ബേസിക് മര്യാദ പോലും ഇവർക്കില്ല എന്നുള്ളതാണ്. നോർമൽ ഡെലിവറി, എക്സ്പ്രസ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ ഡെലിവറി സെറ്റപ്പുകളും ഇവർക്കുണ്ട്. ഈ എക്സ്പ്രസ് ഡെലിവറി ഒക്കെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ 2-3 ഇരട്ടിയൊക്കെ കസ്റ്റമർ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ നോർമൽ ഡെലിവറി ആയിരിക്കും ചൂസ് ചെയ്യുക. 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റിലുള്ളത്. 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ വരുന്ന ലീവുകളെല്ലാം കൂട്ടിയാലും മാക്സിമം ഒരു 4 മാസം കൊണ്ടെങ്കിലും പ്രൊഡക്റ്റ് കൈ കിട്ടണമല്ലോ. പക്ഷെ മൂങ്കോടസിൽ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത് 4 മാസമല്ല, ഒരു വർഷം കഴിഞ്ഞാലും പ്രൊഡക്റ്റ് കൈ കിട്ടൂല എന്നുള്ളതാണ്. 1-2 പേരുടെ അനുഭവം അല്ല ഇതെന്ന് ഓർക്കണം. ഒരു കല്യാണം മുന്നിൽ കണ്ടാണ് നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കല്യാണവും കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞും ജനിച്ച് ആ കുഞ്ഞിനെ നൂല് കെട്ടിയോ മാമോദിസക്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ധരിക്കാൻ പറ്റിയാൽ അത് തന്നെ ഭാഗ്യമായി കണക്കൂട്ടിയാൽ മതി. എന്തൊരു കഷ്ടമാണില്ലേ. നിർത്തി പോയിക്കൂടെ ഇവർക്കൊക്കെ. എന്തായാലും ബാക്കിയൂടെ കേട്ടു നോക്കാം. അപ്പം എന്താ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് ഇവര് ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുക. ഇത് തീരെ ചെറിയ നിസ്സാര വിലയുടെ ഒരു ഐറ്റം അല്ല ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കും. കാരണം ഒരു 1500 എബവ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. 2 ഐറ്റംസ് ഞാൻ ഒറ്റ ടൈം ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് റിസീവ് ആയത് ഒരൊറ്റ ഐറ്റം മാത്രമാണ്. അപ്പം ജാനുവരിയിൽ ഒരു ഐറ്റം റിസീവ് ആയി. അതിനുശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇവര് ഒരു രീതിയിലും, അതായത് മെസ്സേജുകൾ ഞാൻ വാട്സാപ്പിൽ അയച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും അവർ കുറച്ച് ജനറേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ റിപ്ലൈസ് ഇങ്ങനെ തന്നെ ഇങ്ങനെ വരും നമുക്ക് ആ ഫീൽഡിൽ, അല്ലാതെ ഒരു ഇതുമില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു റീലിന്റെ അടിയിൽ ഒരു കമന്റ് ചെയ്തു, എനിക്ക് August 31 ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് 2025 ഞാൻ കമന്റ് ഇടുന്നതെന്ന് ഓർക്കണം. ഇവര് എന്നെ എന്റെ ഹസ്ബൻഡിനെ ഒക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അപ്പൊ പിന്നെ ഞാനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഇതുവരെ പ്രോഡക്റ്റ് കിട്ടിയില്ലല്ലോ, ഇവരുടെ പേജിന് എന്തെങ്കിലും സംഭവിച്ചോ? കാരണം ഞാനിപ്പോ അവരുടെ ഇതിലൊന്നും ഫീൽഡിലൊന്നും അവരുടെ റീൽസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്ത് പറ്റിയാവോ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത് കാണുന്നില്ല. അപ്പൊ ഞാൻ അയ്യോ ഇവരുടെ പേജ് പോയി എന്നൊക്കെ ഓർത്ത് ഞാനിരിക്കുവായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവരെന്നെ ബ്ലോക്ക് ചെയ്തതാണ്. കാരണം ആഹാ കൊള്ളാം. ഇവരെ കോൺടാക്ട് ചെയ്ത ഒരു റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരുടെ ഇൻസ്റ്റാ പേജിന് താഴെ പോയി കമന്റ് ചെയ്തത്. അപ്പൊ തന്നെ അവരെ കമന്റ് ഡിലീറ്റ് ആക്കി ഈ ലേഡി പിടിച്ച് ബ്ലോക്കും ചെയ്തു. എന്തായാലും കസ്റ്റമറിനോടുള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആരും കാണാണ്ട് പോയിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒന്നുകിൽ അത് ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. പക്ഷെ ഇവർ ചത്താനും ഫോൺ എടുക്കൂല, പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റും തരില്ല. ഒരു കച്ചവടം ആകുമ്പോൾ കുറച്ചൊക്കെ മര്യാദ വേണ്ടേ. കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണല്ലോ വെപ്പ്. കിങ് ആയിട്ടൊന്നും കാണണ്ട, ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ചാൽ മതി. പക്ഷെ ഇവര് കസ്റ്റമേഴ്സിന് പുല്ല് വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കസ്റ്റമേഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിന് കൃത്യമായ വയലേഷൻ ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എല്ലാവരും കൂടി കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കുകയാണ് വേണ്ടത്. എന്നാലേ ഇവരൊക്കെ പഠിക്കൂ. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എത്രയൊക്കെ പറ്റിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും ആളുകൾ ഇവരുടെ അടുത്ത് പോയി സാധനം വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അയ്യോ പറ്റിക്കപ്പെട്ടെ എന്നും പറഞ്ഞു വന്നിരുന്ന കാര്യം ഒരു വർഷമൊക്കെ എടുത്ത് കിട്ടുന്ന സാധനമൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വാങ്ങിക്കോ? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എത്ര കിട്ടിയാലും പഠിക്കാതെ ഇങ്ങനെ കുറെ എണ്ണം ഇവരുടെ മൂടും താങ്ങി നടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര അഹങ്കാരം. എന്തൊക്കെ ചെയ്താലും ആളുകൾ വീണ്ടും സാധനം വാങ്ങുമെന്നുള്ള അഹങ്കാരമാണ് ഇവർക്ക്. അത് മാറ്റി കൊടുക്കണം, എന്നാലേ ഇവരൊക്കെ പഠിക്കൂ. ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ ഡെലിവറി ചെയ്യുന്നതിനൊന്നും എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും അതിനെ ന്യായീകരിക്കാനാവില്ല. ശുദ്ധ തെണ്ടിത്തരമാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.